ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ആൻഡ് പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. രണ്ട് ടോപ്പിക്സ് കണക്റ്റഡ് ആണ്. ഒന്ന് മെറ്റാലിക് ക്യാരക്ടർ ഉണ്ട്, രണ്ട് അയണിക് റേഡിയസ്. അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആണ്. വേണമെങ്കിൽ നമുക്ക് പറയാം ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നുള്ള ടോപ്പിക്കാണ്. സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? പൊട്ടാസ്യം ഗ്രേറ്റർ ദാൻ മെഗ്നീഷ്യം ഗ്രേറ്റർ ദാൻ അലൂമിനിയം ഗ്രേറ്റർ ദാൻ ബോറോൺ ഈസ് എ കറക്റ്റ് ഓർഡർ ഇൻ ടേംസ് ഓഫ് മെറ്റാലിക് ക്യാരക്ടർ. കറക്റ്റാ. കാരണം റൈറ്റിലേക്ക് പോകും തോറും മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരും. സോ ഏറ്റവും ലെഫ്റ്റിൽ കിടക്കുന്ന പൊട്ടാസ്യം ആണ്, അതിന്റെ റൈറ്റിലാണ് മെഗ്നീഷ്യം കിടക്കുന്നത്, അതിന്റെ റൈറ്റിലാണ് അലൂമിനിയം കിടക്കുന്നത്. ഓക്കെ, അലൂമിനിയത്തിന്റെയും മുകളിലാണ് ബോറോൺ കിടക്കുന്നത്. റൈറ്റിലേക്ക് പോകും തോറും മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരും. ആൻഡ് താഴേക്ക് വരുന്നതോറും ആസ് വി ഗോ ഡൗൺ ഇൻ എ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബോറോണും അലൂമിനിയം 13th ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ്. അപ്പോൾ ബോറോണിനേക്കാൾ മെറ്റാലിക് ക്യാരക്ടർ അലൂമിനിയത്തിനുണ്ട്. കറക്റ്റ് ആണ്. അറ്റോമിക് റേഡിയസ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ അയണിക് റേഡിയസ് ഫോർ എനി എലമെന്റ്. ഏതൊരു എലമെന്റിന്റെയും അറ്റോമിക് റേഡിയസ് അയണിക് റേഡിയസിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. തെറ്റാ. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം എക്സ് പ്ലസ് എന്ന് പറയുന്ന കാറ്റയോൺ ആയിട്ട് മാറാം, എക്സ് മൈനസ് എന്ന് പറയുന്ന ആനയോൺ ആയിട്ട് മാറാം. ശരിയല്ലേ? സൈസ് കമ്പാരിസൺ നമ്മൾ നോക്കുന്ന സമയത്ത് കാറ്റയോൺ എന്ന് പറയുന്ന എപ്പോഴും പാരന്റ് ആറ്റത്തെക്കാൾ ചെറുതായിരിക്കും. എന്ന് വെച്ചാൽ കാറ്റയോണിന്റെ റേഡിയസ്, അയണിക് റേഡിയസ് പാരന്റ് ആറ്റത്തിന്റെ അറ്റോമിക് റേഡിയസിനേക്കാൾ ചെറുതായിരിക്കും. കാരണം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കുറയുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ മോർ സ്ട്രോങ് ആയിട്ട് ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്യും. സോ ആറ്റം കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യുക, സൈസ് കുറയുകയാണ് ചെയ്യുക. അതേസമയം ആനയോൺസ് ആർ ബിഗർ ദാൻ പാരന്റ് ആറ്റംസ്. കാരണം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുമ്പോൾ ഓരോ ഇലക്ട്രോണിന്റെ മുകളിലും എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. സോ ആറ്റത്തിന്റെ സൈസ് കൂടും, അയോണിന്റെ സൈസ് കൂടും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. എപ്പോഴും അറ്റോമിക് റേഡിയസ് അയണിക് റേഡിയസിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അത് കാറ്റയോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ്. Therefore statement 1 is true and statement 2 is false. Option 4 is the right answer.